ഹലോ, എൻ്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിതാ ഈ ഒരു നേരത്താണ് കേട്ടോ എണീക്കൽ. സാധാരണ ഒരു 6-6:30 ആ സമയത്തൊക്കെയാണ് ഞാൻ എണീക്കാറ്. അച്ഛനും അമ്മയൊക്കെ ഒരു 7 മണിക്കാവും എണീക്കാനും. ഏട്ടൻ ഒരു 6:30 ഒക്കെ ആകുമ്പോൾ വണ്ടിയിൽ പോവും. അപ്പോൾ അതിന് വേണ്ടി ഏട്ടന് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു 6:30 ഒക്കെ ആകുമ്പോൾ എണീക്കുന്നത് കേട്ടോ. ഏട്ടൻ പോയതിൻ്റെ ശേഷം ഞാൻ ചിലപ്പോൾ കുറച്ച് നേരം കൂടി കിടക്കാറുണ്ട്. പിന്നെ അച്ഛനും അമ്മയ്ക്കൊന്നും വയ്യാത്തതായതുകൊണ്ട് അവരധികം നേരത്തൊന്നും എണീക്കില്ല. പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു മഞ്ഞുകാലമായതുകൊണ്ട് ഭയങ്കര മഞ്ഞുണ്ട് ഇവിടെയൊക്കെ, പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഞാനിതാ രാവിലെ നേരത്തെ എണീറ്റിട്ടുണ്ട് ഏട്ടന് പോകാൻ വേണ്ടിയിട്ട്. ഇന്ന് നമുക്ക് ചായക്ക് കടി നീർദോശയാണ് കേട്ടോ. നമ്മളിവിടെ അധികം എല്ലാ വീടുകളിലും ഈ ദോശയോ മിക്കവാറും ഉണ്ടാകുക. അപ്പോൾ ഇന്ന് ഞാൻ ദോശയാണ് ചുടുന്നത്. ഈ ദോശയാകുമ്പോൾ അച്ഛനും അമ്മയ്ക്ക് കഴിച്ചിട്ടാണ്. അവർക്ക് ഈ ഓട്ടട പുട്ട അങ്ങനത്തെ ഒന്നും, അതേപോലെ പുളിയുള്ള പുളിദോശ ഇല്ല, അതൊന്നും അവർക്ക് ഇഷ്ടമല്ല. അവർക്ക് ഈ ദോശയാകുമ്പോൾ അവർ കഴിക്കും. അപ്പോൾ ഞാനിതാ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ദോശൻ്റെ കൂടെ ചിലപ്പോൾ ഞങ്ങൾ തക്കാളി ചട്നി ഉണ്ടാക്കാറുണ്ട്. അതേപോലെ തലേദിവസം മീൻ കറിയാണ് മിക്ക ദിവസങ്ങളും ഉണ്ടാവാറ്. ഇന്നിപ്പം ഒരു 5-6 മുട്ട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുട്ടക്കറിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇത് ഞാനിപ്പോൾ സാധാ പത്തിരിപ്പൊടി കലക്കിയിട്ടാണ് കേട്ടോ ഈ ദോശ ചുടുന്നത്. ചില ദിവസങ്ങളിൽ അരി വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അതിൻ്റെ കൂടെ തേങ്ങയും കൂടി അരച്ചിട്ട്, അതുപോലെ ചെറിയ ഉള്ളി ഇട്ടിട്ട് അരച്ചിട്ട് ഇതേപോലെ ദോശ ചുടും കേട്ടോ. അതാകുമ്പോൾ പിന്നെ കറിയൊന്നും വേണ്ട, നല്ല ടേസ്റ്റാണ്. അതും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ആ അരി ഇടാൻ മറന്ന്, അപ്പോൾ ഈ പൊടിയായിട്ട് വെച്ചിട്ടാണ് കേട്ടോ ദോശ ചുടുന്നത്. അങ്ങനെ ഇതാ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞ് മുട്ടക്കറി ഉണ്ടാക്കി. മുട്ടക്കറി ഞാൻ തേങ്ങ വറുത്തരച്ചാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു 5 മുട്ട കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് തേങ്ങ വറുത്തരച്ചിട്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതൊക്കെ ചെയ്ത് അച്ഛനും അമ്മയ്ക്കൊക്കെ ചായ കൊടുത്ത്, പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകുകയാണ്. ഇത് കഴുകിയിട്ട് വേണം ഇനി നമുക്ക് മിറ്റടിക്കാനും അതേപോലെ തന്നെ അലക്കാനും ഒക്കെ കേട്ടോ. ഇന്ന് വെള്ളം വരുന്ന ദിവസമായതുകൊണ്ട് വെള്ളം പിടിച്ചേക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചൊരു പണിയാണ്. പിന്നെ രാവിലെ തന്നെ ഞാൻ മിറ്റടിക്കാറില്ല കേട്ടോ. എനിക്ക് ഈ എന്താ പറയുക, അസുഖം കാലിൻ്റെയൊക്കെ പെട്ടെന്ന് രാവിലെ തന്നെ ഈ കുനിയാനൊന്നും പറ്റില്ല. നമ്മൾ കുറച്ചൊക്കെ പണിയൊക്കെ എടുത്ത് കഴിഞ്ഞ് കുറച്ചൊക്കെ ഇതായതിന് ശേഷം ഞാൻ മിറ്റടിക്കാറുള്ളൂ. ഇനി ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിതാ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ പാത്രം കഴുകൽ. ഇത് നമ്മുടെ അമ്മിത്തറയാണ്. നമുക്ക് ഇതുപോലെ പുറത്ത് കൊണ്ടുവച്ച് പാത്രം കഴുകാനുള്ളൊരു സ്ഥലമില്ല, അതുകൊണ്ടാണ് കേട്ടോ ഈ അമ്മിത്തറന്ന് വെച്ച് പാത്രം കഴുകുന്നത്. ഇനി നിങ്ങളാരും ഇതെന്താണ് ഇവിടെ അമ്മിമ്മ വെച്ച് പാത്രം കഴുകണമെന്ന് ചിന്തിക്കരുതേ. ഇന്ന് ഞാനിതാ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം മിറ്റടിക്കാനായിട്ട് വന്നിട്ട് കേട്ടോ.
അങ്ങനെ ഈ മിറ്റൊക്കെ അടിച്ചതിന് ശേഷം വേണം നമുക്ക് അലക്കാൻ. ഈ കുറച്ചൊരു 8:30 ഒക്കെ ആകുമ്പോഴാണ് വെള്ളം വരിക. അപ്പോൾ ആ വെള്ളം 8:30ക്ക് വന്നു കഴിഞ്ഞാൽ 10 മണി വരെയൊക്കെ ഉണ്ടാവുള്ളൂ വെള്ളം. അപ്പോഴേക്കും നമുക്ക് ഈ അലക്കലൊക്കെ കഴിക്കണം. പിന്നെ തുടയ്ക്കാൻ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ആ പേടിയില്ല. തുടയ്ക്കാൻ നമ്മൾ നിലപ്പണിയൊന്നും ചെയ്യാത്തതുകൊണ്ട് തുടയ്ക്കാനൊന്നുമില്ല. പിന്നെ വെള്ളം പിടിച്ച് വയ്ക്കണം, അതേപോലെ തന്നെ അലക്കണം, പിന്നെ കക്കൂസൊക്കെ ഒന്ന് കഴുകുക, അങ്ങനത്തെ ഒക്കെ ഒരു പണിയുണ്ട്. അപ്പോൾ അത് മിറ്റടിച്ച് അലക്കലും കഴിഞ്ഞിട്ടാ. നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ദയവ് ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കണേ. അങ്ങനെ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ പരമാവധി പാത്രത്തിലൊക്കെ വെള്ളം പിടിച്ച് വെച്ചിരിക്കണം കേട്ടോ. നമ്മുടെ ഇവിടെ ഒന്നരാടാണ് വെള്ളം വരിക, അതായത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ. അപ്പോൾ ഞാൻ ആ ദിവസങ്ങളിൽ പരമാവധി എല്ലാ പാത്രത്തിലും വെള്ളം പിടിച്ച് വയ്ക്കാനായിട്ട് നോക്കലുണ്ട് കേട്ടോ. നമുക്കിവിടെ വലിയ വലിയ പാത്രങ്ങളൊന്നുമില്ല, കുറച്ച് ചെറിയ ചെറിയ പാത്രങ്ങളിലൊക്കെ പരമാവധി പിടിച്ച് വയ്ക്കും. പിന്നെ ഈ നീല ബക്കറ്റിൽ ഞങ്ങൾ ആദ്യം വെള്ളം പിടിച്ച് വെച്ചിരുന്നതാണ്. അതൊരു ദിവസം ഇതുപോലെ അതിൻ്റെ അടിഭാഗം പൊട്ടിയത് കാരണം ഇപ്പോൾ അതിന് വെള്ളം പിടിക്കാൻ പറ്റണില്ല. ഞാൻ കുറേ ഒട്ടിച്ചൊക്കെ നോക്കി, പക്ഷെ പറ്റണില്ല. അപ്പോൾ അതിലിപ്പോൾ നമ്മൾ പഴയ തുണിയൊക്കെ ഇട്ട് വയ്ക്കാൻ കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ പിടിച്ച് വെച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മീൻ കിട്ടി, അയിലയാണ് കിട്ടിയിരുന്നത്. അപ്പോൾ അതൊക്കെ കറി വെച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.